ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളാകുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനില്ല പെരുന്നാളാണ്. നമ്മൾ ബേബീസിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ നൈറ്റാണ് പോയി മേടിച്ചത്. ഇന്നലെ നൈറ്റ് ഷോപ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ വാട്സപ്പിലേക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് വന്നിരുന്നിട്ട് പെരുന്നാളായി നടത്തും. അപ്പോൾ അവരൊന്നും എണിച്ചിട്ടില്ല. ഞാൻ കൈ മാത്രം എണിച്ചിട്ട് നിൽക്കാതെ പള്ളി പോകാൻ വേണ്ടിയിട്ട് കുളിക്കാൻ പോകുന്നു. ചെറുക്കന്മാരെ എണിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ പയ്യന് അവരൊക്കെ എണിപ്പിക്കണം. ഒരാളിവിടെ ഒന്നും ഇല്ലാണ്ട് കിടന്നുറങ്ങ. എടുക്കാം. നല്ല ഉറക്ക. പള്ളി പോണ്ടേ? ആടായിരുന്നു. ഇന്ന് പെരുന്നാളായിട്ട് എല്ലാവരും വരുമ്പോൾ അത് കാണണ്ടേന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണത്തിന് നേരത്തെ ഉറക്കത്തിന് എണീപ്പിച്ചു. എന്നിട്ട് എണീറ്റും കൊന്നിട്ട് ഒരാൾ ഇവിടെ നിന്നുറങ്ങാണ്. ഒട്ടും പറ്റുള്ള പുള്ളിക്ക്. എനിക്ക് ഇതാണ് കുറച്ച് ഇതുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇച്ചിരി ഉഷാറായിട്ടുണ്ട്. ചൈനയാണെങ്കിൽ നിന്നും കിടന്നൊക്കെ ഉറങ്ങി നോക്കാണ് ബാക്കി ഉറങ്ങാനായിട്ട്. അങ്ങനെ പള്ളിയിലെ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കാരുടെ ഡ്രസ്സൊക്കെ തേച്ചിട്ട് പള്ളിയിലേക്ക് പോവാണ്. ഇതാണ് ഇക്കാക്കാട് പെരുന്നാളിൻ്റെ അടുത്ത ഡ്രസ്സ്. സിദാനും സൈനും ഇങ്ങനെ ഉറക്കത്തിൻ്റെ കരിച്ചിലും ഇതൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഫുഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൊടുത്താൽ അവർ ഒട്ടും കഴിക്കില്ല. നല്ല ഉറക്കം അവർക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് ഏൽപ്പിച്ചത് വെറുതെ പോയി. രണ്ടുപേരും നല്ല ഉറക്കമാണ്. സൈന് താഴെ കിടന്ന് ഉറങ്ങാണ് ഹാളിൽ, ഇവൻ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാണ്. രണ്ടുപേരും ഇന്നലെ ഒരുപാട് വൈകിട്ട് കിടന്നുറങ്ങും. ഒരു 2:30 മണിയൊക്കെ ആയിരുന്നു. കാരണം പകൽ ഇന്നലെ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. അതാണ് ഇന്നിപ്പോൾ ഇത്രയും വാശിയൊക്കെ. എന്തായാലും അവർ ഉറങ്ങാണ്ട് എണിച്ചിരിക്കുകയല്ലേ വിചാരിച്ച അത്രയും സമയം കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എണ്ണ ഇട്ടിട്ടോ. ഉള്ളിലിട്ടില്ല, പുറത്ത് മാത്രമേ ഇട്ടുള്ളൂ. 1 മണിക്കാണ് ഇരുന്ന് ഇതിട്ടത്. പെരുന്നാളായിട്ട് ഇച്ചിരിയെങ്കിലും മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ എങ്ങനെയാണ്. അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളെ കുളിപ്പിച്ച്, സിദാനെയും കുളിപ്പിച്ച്. സെയിന് ഇതുവരെ എണിച്ചിട്ടില്ല. സെയിൻ അവിടെ കിടന്ന് ഉറങ്ങാൻ. പെരുന്നാളൊന്നും കൂടണില്ലാന്ന് തോന്നുന്നത്. അപ്പോൾ ഈ ഉടുപ്പ് എനിക്ക് ഇക്കാക്കായുടെ ഉമ്മച്ചി മേടിച്ചു തന്നിട്ട് കോഡ് സെറ്റ്. ഇപ്പോൾ ഞാൻ അതിട്ടാണ്. കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഫുഡൊക്കെ ഇനി കൊടുക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച പുതിയ ഡ്രസ്സുകളും. കരിച്ചിലായിരുന്നു ഇത്ര നേരം. ഇച്ചിരി നേരം ഉറങ്ങിയോളൂ. ഉടുപ്പിടണ്ടേ പെരുന്നാളിന്? ഷിതു അവയുടെ പുതിയ ഉടുപ്പിടണ്ടേ? ഷിതു പുതിയ ഉടുപ്പ് എടുക്ക നമുക്ക് ഇടാം. എനിക്കറിയാമോ മോള് ഇപ്പളെ കിട്ടി തുടങ്ങിയ. സൂപ്പർ സൂപ്പർ. സൂപ്പർ സിധു. ഉറങ്ങിക്കോ. ഉറങ്ങുമ്പോ കണ്ണെഴുതി തരാം. ഇല്ല സിദാൻ ഉറങ്ങിക്കോട്ടാ. ഇല്ല അപ്പോൾ ഉറങ്ങിക്കോ. അതെ ഇവിടെ നാളെ വച്ചേക്കിടേ. ഹായ് സുന്ദരൻ കുഞ്ഞിഷിരു സുന്ദരൻ. ഉറക്കം വേണ്ട, അതാണ്. ഒന്ന് കണ്ണുവെച്ചാണെങ്കിൽ കണ്ണ് ഇതായിരുന്നു. ഇല്ല, കുറച്ചു നോക്കിയെടുക്കണ്ടായിരുന്നു.
അനിയന് സ്റ്റൈലായിട്ടാ ഇങ്ങനെ ആ ഊരിയത് ഒറ്റ വലി രണ്ട് ചെറുക്കന്മാരുടെ ഒപ്പം മതിയായുള്ള ആ ഒരു പൂപ്പ അപ്പുറം കിടക്കുന്നുണ്ട് ഹായ് ആ ഇവന് അടിപൊളിയാ ഐ ബാക്കണ്ടാ പോയി അങ്ങനെ രണ്ടാളും ഒരു വിധത്തിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡിയായി. ഇതാണ് എനിക്കെടുത്ത പെരുന്നാൾ ഡ്രസ്സ്. അപ്പോഴത്തേക്കും എല്ലാവരും ഓരോരോ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായി വീട്ടിലേക്ക്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട് അവിടെ എല്ലായിടത്തും പോയി. അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയത്തൊക്കെ സിതാന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അവന് ഉറക്കം ശരിയാവാത്തതിൻ്റെ നല്ല പ്രശ്നമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് നിന്നില്ല. എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഈ പെരുന്നാൾ വെള്ളിയാഴ്ചയായിരുന്നില്ല, അപ്പോൾ ജുമാ കൂടാനുള്ളതുകൊണ്ട് അതിന് മുന്നേ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണമായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഇത് രണ്ടാളും ഉറക്കം പിടിച്ചു. പിന്നെ എൻ്റെ ഒരു കസിനെ വിളിച്ച്, അവൾ ഇവിടെ ഇല്ല, ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്ത്. അപ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു. പിന്നെ തറവാട്ടിൽ നിന്ന് എളിമായും ഇതെൻ്റെ വാച്ചിയുടെ ഒരു പെങ്ങളാണ്, അപ്പോൾ അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ടായി. മറ്റേത് എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും എണിച്ചായിരുന്നു. ഒരു 5 മിനിറ്റ് കിടന്നിറങ്ങിയിട്ടുണ്ടായുള്ളൂ. വാച്ചിയും ഇക്കായും അനിയനെയൊക്കെ പള്ളി പോയേക്കായിരുന്നു. അവർ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് ഇനി ഫുഡ് കഴിക്കാൻ. കറണ്ട് ഇവിടെ ഡ്രസ്സൊക്കെ ഊരി ചൂടായിട്ട്. എടാ ഇത്ര സന്തോഷം. അതെ ചൈനേ തിരിഞ്ഞേ ഉടുപ്പ് കാണിച്ചെടുത്തേ. ചൈനയുടെ ഉടുപ്പ് ആ ണ്ടോ അവനോ ഒച്ച കേക്കണ എവിടുന്ന് അത് മനസ്സിലായി. ഡാൻസ് കളിച്ചേ. ആ ആ ഒച്ച കേക്ക് ഇല്ലുണ്ട്. ആ അതാ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, പക്ഷെ ഇവിടെ വന്ന് ചവിട്ടിയപ്പോ മനസ്സിലായി ഒച്ചുണ്ടെന്ന്. ഫുഡ് കഴിക്കവാ എന്നാ ബക്കറ്റ് ബിരിയാണി നമുക്ക് കമത്താൻ പോകണം. ഇന്ന് ചോർമാ കയറി ഫുഡ് കഴിച്ച് കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എല്ലാവരും കൂടി തറവാട്ടിൽ പോയി അവിടെ എല്ലാ വർഷവും കറി ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു മാമ വീട്ടിൽ വന്നിട്ടുണ്ടായി. മാമയും വൈഫും പിള്ളേരും വന്നിട്ടുണ്ടായി. അപ്പോൾ അവർ വന്നതുകൊണ്ട് അവർ തിരിച്ച് പോയപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും വല്ലത്തേക്ക് പോയി. അവിടെ ഉമ്മച്ചിയുടെ വീട്. അപ്പോൾ അവിടെ പോയി ഉമ്മാനെയും അപ്പനെയൊക്കെ കാണാമല്ലോ എന്ന് ചോദിച്ചിട്ട് അവരുടെ കൂടെ ഞങ്ങളും പോയി.
അവിടെ ചെന്നിട്ട് മൊത്തം സിതാനെ കരച്ചിലായിരുന്നു. റോട്ടിലിറക്കി വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഫുഡ് കഴിപ്പിക്കാൻ വിചാരിച്ച് രണ്ടുപേരെയും കൂടി ഇറക്കിയേക്ക്. അങ്ങനെ ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് TV-യിൽ എൻ്റെ ചാനൽ വീഡിയോസ് കാണാറുണ്ട്. കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓണംപുള്ളിയിൽ കക്കട വീട്ടിലൊക്കെ ഞങ്ങൾ തിരിച്ചു വന്ന്. ഇവിടെ വന്നപ്പോൾ ഇത്താത്തായും അളിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചുവിനെ കാണിച്ചേ, ഇച്ചു അങ്ങനെ പെരുന്നാളിൻ്റെ എല്ലാം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അളിയൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടി ചെറുക്കന്മാരെയും കൊണ്ട് റൂമിലേക്ക് വന്നേക്കാൻ. എന്തായാലും ഈ കൊല്ലത്തെ പെരുന്നാൾ അൽഹംദുലില്ലാ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തേ, ടാറ്റ. ആ ഒറ്റ കൈ കൊണ്ട് കൊടുക്ക് ടാറ്റ. ഒരു കൈ കൊണ്ട് കൊടുക്ക്, ഒരു കൈ കൊണ്ട് ടാറ്റ.